അഷ്വറൻസ് ഓഫ് സാൽവേഷൻ, രക്ഷയെക്കുറിച്ചുള്ള ഉറപ്പ്. ഈ ഒരു ടോപ്പിക്ക് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ബട്ട് ഐ ടേക്ക് ഇറ്റ് എഗെയിൻ ആൻഡ് എഗെയിൻ. ഞാൻ എടുക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായതുകൊണ്ടാണ്. ഒരേ കാര്യം പല പ്രാവശ്യം ദൈവം പറയിപ്പിക്കുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം അതിന് വളരെ പ്രാധാന്യമുണ്ട്. രക്ഷിക്കപ്പെടുക അല്ലെങ്കിൽ നിത്യജീവൻ പ്രാപിക്കുക. എല്ലാവർക്കും രക്ഷ കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. മനുഷ്യൻ ജനിക്കുമ്പം തൊട്ടേ നമ്മുടെ ഏറ്റവും ഉള്ളിലുള്ള അന്തരാത്മാവിൻ്റെ ആഗ്രഹം നാം രക്ഷിക്കപ്പെട്ടോ, ദൈവത്തിൻ്റെ മക്കളായോ. അതറിഞ്ഞോ അറിയാതെ നമുക്കൊരു തേഴ്സ്റ്റ് ഉണ്ട്. പക്ഷേ എല്ലാവരും അത് മനസ്സിലാക്കുന്നില്ല. കർത്താവിന് നിർബന്ധമാണ് ഞാൻ വചനം അയക്കുമ്പോൾ ദൈവത്തിൻ്റെ രക്ഷയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. ലോകത്തിൽ ഒരേ ഒരു പ്രസംഗമാണ് പറയുന്നത് എങ്കിലും അത് രക്ഷയെക്കുറിച്ച് മാത്രമായിരിക്കണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഈ ഭൂമിയിൽ എന്തെല്ലാം നേടിയാലും നമ്മുടെ ജീവിതം 100, 120 വരെ ഇപ്പം ആ കാലയളവിനകത്ത് എന്നൊക്കെ കാണിച്ചു കൂട്ടിയാലും നമ്മൾ മാസിപ്പോയി താമസിക്കാമെന്ന് വിചാരിച്ചാലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവില്ലെങ്കിൽ നിത്യരക്ഷയില്ലെങ്കിൽ ഒന്നും നേടുന്നില്ല. അതുകൊണ്ട് നിർബന്ധമായിട്ടും വചനത്തിനകത്ത് ഉറപ്പ് വരണം. ഇത് പലർക്കും എല്ലാ സഭകളിലുള്ളവർക്ക് ഈ സംശയമുണ്ട്. കാരണം ടി വി പ്രോഗ്രാം റെക്കോർഡ് നമ്മൾ പ്രാർത്ഥനാ റിക്വസ്റ്റിൽ എടുക്കുമ്പോൾ എല്ലാ വിഭാഗക്കാർക്കും ഈ ഒരു സംശയമുള്ളതാണ്. അതുകൊണ്ട് ഒരാൾ വേറൊരാളെക്കാട്ടി നല്ലതായിട്ട് ആരും ചിന്തിക്കേണ്ട. സംശയം എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് ആ സംശയം തീർക്കത്തക്ക വിധത്തിൽ അഷ്വറൻസ് ഓഫ് സാൽവേഷൻ ആണ് ടൈറ്റില്. വളരെ പ്രധാനമാണ്. ഞാൻ വായിക്കാൻ പോകുന്ന 1 യോഹന്നാൻ 5:11 തൊട്ട് 12 വരെയുള്ള വാക്യം. 13 വരെ ഉണ്ട്, പക്ഷെ 5, 11, 11, 12 വളരെ. ആ സാക്ഷ്യമോ ദൈവം നമുക്ക് നിത്യജീവൻ തന്നു. ആ ജീവൻ അവൻ്റെ പുത്രനുണ്ട് എന്നുള്ളത് തന്നെ. പുത്രൻ ഉള്ളവന് ജീവനുണ്ട്, ദൈവപുത്രൻ ഇല്ലാത്തവന് ജീവൻ ഇല്ല. അപ്പം നിത്യമായ ജീവനെ കുറിച്ച് ഒരാൾ സാക്ഷ്യം പറയാണ്. അത് മുൻപിലുണ്ട്. അതിന് മുമ്പിൽ ആത്മാവ്, ജലം, രക്തം, ജലം, ആത്മാവ്, 3 കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് സാക്ഷ്യം പറയുന്നതെന്ന് ഈ 1 യോഹന്നാൻ 5 തന്നെ 8-ാം വാക്യത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്നാൽ നിത്യമായ രക്ഷയെന്ന് പറയുന്നത് നിത്യജീവൻ്റെ ഉറവിടം യേശുക്രിസ്തു ഒരുവനാണ്. ഭൂമിയിൽ മനുഷ്യന് സ്വർഗത്തിലെ ദൈവം പിതാപുത്ര പരിശുദ്ധാത്മാവ് ഒന്നിച്ച് നമ്മളെ സൃഷ്ടിച്ചിട്ട് നമ്മൾ പാപത്തിനടിമയായപ്പോൾ നമ്മളിൽ നിന്ന് മരിച്ചു പോയത് ദൈവത്തിൻ്റെ ആത്മാവാണ്. അപ്പോൾ നീ മരിക്കുമെന്ന് പറഞ്ഞു. മനുഷ്യന് മനസ്സിലാകത്തില്ലല്ലോ. ആത്മാവ് അന്ന് തൊട്ട് മരിച്ച് ആത്മാവില്ലാതെ ജീവിക്കുക, തലയില്ലാതെ ജീവിക്കുന്നത്. ഞാൻ ഓർക്കുന്നുണ്ട്, വർഷങ്ങൾക്ക് മുമ്പ് ഈ വർക്കല സൈഡിൽ ടൂറിസ്റ്റുകൾ ഒത്തിരി പോകും. അപ്പോൾ അന്ന് നമ്മൾ പുറത്തുനിന്ന് വന്ന സമയമാണ്. അപ്പോൾ നമ്മുടെ മക്കൾ അവിടെ പോകണമെന്ന് പറഞ്ഞപ്പോൾ അവർ വർക്കല പോകും. ഞാൻ വർക്കല പോകുന്നതിനെക്കുറിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം എൻ്റെ കണ്ണിന് മുമ്പിൽ വന്ന ദർശനം ആ വർക്കല സൈഡിലെല്ലാം തലയില്ലാത്ത മനുഷ്യർ നടക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതെന്തൊരു സ്ഥലമാണ്. ഐ റിയലി ആസ്ക് ഗോഡ് അബൌട്ട് ഇറ്റ്. അപ്പോൾ ഈ തലയില്ലാത്ത മനുഷ്യർ നടക്കുന്നത്, എൻ്റെ വേറൊരു ഫ്രണ്ട് വന്നിട്ട് അവരുടെ മകൻ അവരുടെ അമ്പലത്തിൻ്റെ ഇപ്പുറത്തതാണ് അവർ, മമ്മി അവിടെ എല്ലാവരും തലയില്ലാതെ നടക്കുന്നത് ഞങ്ങൾ. അപ്പോൾ കൊച്ചിന് കൃപയുള്ള കുട്ടിയാണ്, അവന് 7-8 വയസ്സേ ഉള്ളൂ. അപ്പോൾ ഈ പലപ്പോഴും ഞാൻ തലയില്ലാത്ത മനുഷ്യരെ ഞാൻ കാണാറുണ്ട് നടക്കുന്നതായിട്ട്. എന്താണ്? അവർക്ക് ജീവൻ്റെ ആത്മാവ് കിട്ടിയിട്ടില്ല. അപ്പം പറയുന്നത് നിത്യമായ ജീവനെ കിട്ടിയവൻ ഒരിക്കലും അലഞ്ഞു നടക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ തലയാര ക്രിസ്തുവാണ് നമ്മുടെ തല. അത് നമ്മൾ ഒരു സഭയുടെ തല ക്രിസ്തുവാണ്. അതില്ലാതെ നമ്മൾ ജീവിക്കരുത്. അത് പറഞ്ഞു നമ്മുടെ ഈ നിത്യജീവനെ കൊടുക്കുക എന്നുള്ള പ്രാർത്ഥന അറിഞ്ഞോ അറിയാതെ നമ്മൾ എന്നും പ്രാർത്ഥിക്കേണ്ടതാണ്. ഇല്ലാത്തവർക്ക് ഉറപ്പ് കൊടുക്കണം. ഇത് നിത്യമായൊരു കാര്യമാണ്. ഇത് ചെറിയ കാര്യമല്ല. ഇതിനകത്ത് നമ്മളിത് ലാഘവമായിട്ട് എടുക്കാനൊക്കത്തില്ല. യോഹന്നാൻ്റെ 17:3 യേശുക്രിസ്തു തൻ്റെ വാക്യം പറയുന്നുണ്ട്. 17 യോഹന്നാൻ്റെ 17:3 ദേ ആർ ഓൾ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഈ കാതലായിട്ടുള്ള സത്യങ്ങൾ ഉറപ്പിക്കാതെ നമ്മൾ വീട് പണിയാനൊക്കത്തില്ല. അത് നമ്മൾ പരിശുദ്ധാത്മാ നമ്മളെ പഠിപ്പിക്കും. പക്ഷെ ആഗ്രഹമുള്ളവർക്ക് ഇഷ്ടം പോലെ വചനം, സത്യവചനം ആഗ്രഹിക്കുന്നവർക്ക് ദൈവം അത് കാണിച്ചു തരും. യോഹന്നാൻ്റെ സുവിശേഷം 17:3 നിത്യജീവനെക്കുറിച്ച് പറയുന്നത്, നീ അവന് നൽകിയിട്ടുള്ളവർക്കെല്ലാം അവൻ നിത്യജീവനെ കൊടുക്കേണ്ടതിന് നീ സകല ജഡത്തിൻ്റെ മേലും അവന് അധികാരം നൽകിയിരിക്കുന്നു. 17:2 ക്രിസ്തു നീ അവന് നൽകിയിട്ടുള്ളവർക്കെല്ലാം. യേശുക്രിസ്തുവിനെ എത്ര പേരെ രക്ഷയിലേക്ക് കൊണ്ടും ദൈവത്തിന് കണക്കുണ്ട്.
അവൻ നിത്യജീവനെ കൊടുക്കേണ്ടതിന്. ആരാണ് നിത്യജീവനെ തരുന്നത്? പുത്രൻ തമ്പുരാനിൽ കൂടെ മാത്രം. തെറ്റല്ലേ? മനസ്സ് മടുക്കല്ലേ? ഇത് വളരെ വ്യക്തമായിട്ട് വചനം എഴുതി വച്ചിരിക്കുകയാണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? നീ അവന് നൽകിയിട്ടുള്ളവർക്കെല്ലാം അവൻ നിത്യജീവനെ കൊടുക്കേണ്ടതിന് നീ സകല ജഡത്തിനുമേലും അവന് ക്രിസ്തുവിന് അധികാരം നൽകിയിരിക്കുന്നുവല്ലോ. അത് കഴിഞ്ഞിട്ട് യേശു പറയുന്നതാണ്, ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. ഏകസത്യ ദൈവം. ഇത് 17-ാം അധ്യായം എന്ന് പറയുമ്പോൾ ക്രിസ്തു ക്രൂശുമരണം ഏൽക്കുന്നതിന് മുൻപ് ഗെത്സമനെ തോട്ടത്തിൽ നിന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുന്ന മരണമൊഴിയെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇത് വളരെ പ്രധാനപ്പെട്ടാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ എന്തിനാ വന്നത്? നിങ്ങൾക്ക് നിത്യജീവനെ തരാൻ. നമ്മൾ മനസ്സിലാക്കേണ്ടത്, കർത്താവ് മൂത്ത സഹോദരനായിട്ട് മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. വഴിതെറ്റി നടക്കുന്ന ഇളയ സഹോദരന്മാരായിട്ട് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുകയാണ്. കർത്താവ് വന്നിരിക്കുന്നത് ഇതല്ല ജീവിതം, ഇതൊരു താൽക്കാലിക ജീവിതമാണ്. എന്നേക്കുമായിട്ടുള്ള ജീവിതം പിതാവിൻ്റെ അടുക്കലാണ്. ആ പിതാവ് നിങ്ങളെ ഓർത്ത് കരയുന്നതുകൊണ്ട് പിതാവിന് വേണ്ടി ഞാൻ ഈ ഭൂമിയിൽ വന്ന ആളാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. സോ ദ കമ്മ്യൂണിക്കേഷൻ, അല്ലെ പിതാവും പുത്രനും തമ്മിലുള്ള ബന്ധം ഒരിക്കലും മാറുന്നില്ല. എക്സെപ്റ്റ് അറ്റ് ദ ക്രോസ് വെൻ ഹി ടുക്ക് ദി സിൻ ഫോർ അസ്. അപ്പോൾ പുത്രനിൽ കൂടെ നമുക്ക് നിത്യരക്ഷ കിട്ടി. പക്ഷെ ഇതൊരു സാക്ഷ്യമായിട്ട് എഴുതിയിരിക്കുന്നു. ആത്മാവ് സാക്ഷ്യം പറയുന്നു, ആത്മാവ് സത്യം, പരിശുദ്ധാത്മാവാണ്. സാക്ഷ്യം പറയുന്ന ഒരു മൂവര്, ആത്മാവ്, ജലം, രക്തം, ഈ മൂന്നിൻ്റെയും സാക്ഷ്യം ഒന്ന് തന്നെ. ആ സാക്ഷ്യമാണ് പരിശുദ്ധാത്മാവ് പറയുന്നത്. രണ്ടുപേരുടെ സാക്ഷ്യം ഒന്നിച്ചായാൽ ഒരു ക്രിമിനൽ കേസിൽ ഒരാൾ കൊന്നു രണ്ടുപേര് കണ്ടെങ്കിൽ അയാളെ കൊല്ലാൻ നമുക്ക് അവകാശമുണ്ട്, അയാളുടെ ജീവൻ എടുത്തു കളയാം. ഇവിടെ പറയുന്നത് ഇത് 3 പേരാണ്, രക്തവും ജലവും ആത്മാവ്. രക്തത്താലും ജലത്താലും അല്ലയോ ക്രിസ്തു വന്നതെന്ന് ഇവിടെ തന്നെ പറയുന്നു. പിന്നെ ആരും കൂടെ ഉള്ളൂ? ആത്മാവും കൂടെ പറയാനുള്ളൂ. രക്തത്താലും ജലത്താലും വന്നവൻ ഇവനല്ലേ? കണ്ട്, യേശു രക്തത്താലും ജലത്താലും രക്തത്താലും വന്നവൻ ഇവനാകുന്നു. യേശു ക്രിസ്തു തന്നെ. ജലത്താൽ മാത്രമല്ല, ജലത്താലും രക്തത്താലും തന്നെ. 1 യോഹന്നാൻ 5:6 ഞാൻ വായിക്കുന്നത്. ആത്മാവ് സത്യം പറയാണ്, സാക്ഷ്യം പറയുന്നു. ആ സത്യം എന്താണ്? ആ 3 പേരും ചേർന്ന് പറയുകയാണ്, ആ സാക്ഷ്യമോ ദൈവം നിങ്ങൾക്ക്, ആ സാക്ഷ്യം, അതാണ് ഞാൻ ആദ്യം വായിച്ചത്. ആ സാക്ഷ്യമോ ദൈവം നമുക്ക് നിത്യജീവൻ തന്നു, ആ ജീവൻ അവൻ്റെ പുത്രനുണ്ട് എന്നുള്ളതിന്. പുത്രനുള്ളവന് ജീവനുണ്ട്, ദൈവപുത്രൻ ഇല്ലാത്തവന് ജീവനില്ല. There are only 2 type of people now. ഒന്ന് നിത്യമായ ജീവനെ ക്രിസ്തുവിൽ പ്രാപിക്കുന്നവർ, അല്ലാതെ പ്രാപിക്കാത്തവർ. എന്താ ഇത്ര വാശി? ദുഷ്ടപിശാചിന് നമ്മളെ ഈ പിതാവിൻ്റെ അടുക്കൽ കൊണ്ടുപോയിക്കാതിരിക്കാൻ അവൻ പല പണികൾ കാണിക്കും. നമ്മളതിന് അടിമയായിട്ട് നിൽക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ സത്യത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി നമ്മളിൽ കുറവാണ്. ദിനംപ്രതി ദൈവത്തിൻ്റെ സ്നേഹം. ഒരാൾ, ഞാൻ ഏതോ ഒരു സിനിമ കണ്ട് ഓർക്കുന്നുണ്ട്, അവിടെ ഐ ഡോണ്ട് റിമെമ്പർ ദ നെയിം ഓഫ് ദാറ്റ്. ഒരു ആഫ്രിക്കൻ സ്ത്രീയാണ്. അവരമ്മ അങ്ങേറ്റത്തെ തീഷ്ണത. അവരുടെ മകന് വേണ്ടി അവർ പ്രാർത്ഥിക്കും, ദേശത്തിന് വേണ്ടി. അവർ മുറിക്കകത്ത് അറയ്ക്കകത്ത് കയറിയിട്ട് ദൈവവുമായിട്ട് വാദം വെച്ച് പ്രാർത്ഥിച്ചിട്ട് അവരുടെ മകനെയും ആ ദേശത്തെയും ക്രിസ്തുവിലാക്കി. എന്തിനാ? അസൂസ സ്ട്രീറ്റിൽ 5 പേർ ഒന്നിച്ചു കൂടിയിരുന്ന് പ്രാർത്ഥിച്ചാണ് പെന്തക്കോസ്തൽ റിവൈവൽ ഉണ്ടായത്. ഒരാൾ മതി ദൈവത്തിന്. ഒരു മോശ മതിയായിരുന്നു, ഒരു ദാനിയേൽ മതിയായിരുന്നു, ഒരു പൗലോസ് മതിയായിരുന്നു. യേശുവിന് ഒരാളെ 100% ആയിട്ട് കിട്ടിയാൽ വൻകാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. 3 പേരുടെ സാക്ഷ്യം ഒന്നാണ്. ആ സാക്ഷ്യം നിങ്ങൾക്ക് നിത്യജീവൻ തന്നിരിക്കുന്നു. ആരിൽ? ക്രിസ്തുവിൽ. ഒരുവൻ ക്രിസ്തുവിനെ സ്വീകരിച്ചു. അതാ പറയുന്നുണ്ട്. ഇത് തന്നെയാണ് യോഹന്നാൻ്റെ 6:53 തൊട്ടുള്ള വാക്യങ്ങൾ ഇത് തന്നെയാണ് പറയുന്നത്. ആ സാക്ഷ്യമോ ദൈവം നമുക്ക് നിത്യജീവൻ തന്നു, ആ ജീവൻ അവൻ്റെ പുത്രനുണ്ട്. പുത്രനുള്ളവനെ എന്നിൽ യേശുവിനെ സ്വീകരിക്കുന്ന നിമിഷത്തിൽ ഞാൻ എങ്ങനെയാണ് പുത്രനെ സ്വീകരിക്കുന്നത്? റോമർക്ക് എഴുതിയ ലേഖനം 10:9. വചനം നിനക്ക് സമീപമാണ്, ക്രിസ്തു നമുക്ക് വേണ്ടി ക്രൂശുമരണം ഏറ്റെടുത്തു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാ കൊണ്ട് ഏറ്റു പറയുമ്പോൾ നീ രക്ഷിക്കപ്പെട്ടു. അവിടെ സ്നാനത്തെക്കുറിച്ചൊന്നും പറയുന്നില്ല. യു ജസ്റ്റ് ടേക്ക് ദാറ്റ് വെരി സിമ്പിൾ ട്രൂത്ത്. ഇത് ദാനമാണ്, ഇത് കൃപയാണ്. എന്നാൽ പിന്നെ അതിനു വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. ബിക്കോസ് വി ഹാവ് ടു റിസീവ് ദ ക്രൗൺസ്. അതിനുവേണ്ടി അടുത്ത വാക്യം എന്താ പറയുന്നത്? ദൈവപുത്രൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക്. യോഹന്നാൻ 96 വയസ്സുള്ളപ്പോഴാണ് ഇത് എഴുതിയത്, ലേഖനമാണ്.
ദൈവപുത്രൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഞാനിത് എഴുതിയിരിക്കും, നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് തന്നെ. അപ്പോൾ നിത്യജീവൻ ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ വേദപുസ്തക അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കിയില്ല എങ്കിൽ എൻ്റെ ജനം അറിവില്ലായ്മയാൽ നശിച്ചു പോകുന്നു. വചനം എൻ്റേത് കേൾക്കുന്നവരെങ്കിൽ ഇത് പലർക്ക് അയച്ചു കൊടുക്കുക. ഒരു സിമ്പിൾ മെസ്സേജ് അല്ലേ ഇത്? വചനം മാത്രം അടിസ്ഥാനത്തിലല്ലേ പറയുന്നത്. നമ്മൾ ഏതൊക്കെ വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞാലും സത്യവിശ്വാസത്തിൻ്റെ ആധാരം ബൈബിളാണ്. അപ്പോൾ നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് വേണ്ടിയാണ് നമ്മൾ ഈ ഇലക്ഷനകത്തെ വൺ ഓഫ് ദ മെയിൻ തിങ് വാസ് ദാറ്റ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലനിർത്തുമോ ഇല്ലയോ എന്ന്. അത് ഈ പ്രാവശ്യത്തെ ഈ നമ്മുടെ ഈ ഇലക്ഷൻ കഴിഞ്ഞപ്പോഴത്തേക്ക്, ഈ പാർലമെൻ്ററി ഇലക്ഷൻ കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലായി ഭൂരിപക്ഷം നഷ്ടപ്പെട്ടതോടുകൂടി ഇപ്പോഴത്തെ ഗവൺമെൻറ്റിന് കോൺസ്റ്റിറ്റ്യൂഷൻ മാറ്റാൻ ഒക്കത്തില്ല. അപ്പോഴാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മളൊരു മതേതരത്വ രാജ്യമാണ്, അതിന് പ്രാധാന്യമുണ്ട്. ഇറ്റ്സ് ഓൾറെഡി റിട്ടൺ ഇൻ ദ ബുക്ക്. അത് മാറാതിരിക്കാൻ നമ്മൾ ആഗ്രഹിക്കണം. അതുപോലെ തന്നെ ഇറ്റ് ഈസ് റിട്ടൺ ഇൻ ദ ബൈബിൾ. എങ്ങനെയാണ് നിത്യരക്ഷ കിട്ടേണ്ടതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനാണിത്. അത് മാറ്റാൻ ആർക്ക് സാധിക്കും? ആസ് എ ലോയർ ഐ എം ചലഞ്ചിങ് പീപ്പിൾ. ആർക്കെങ്കിലും ഇത് മാറ്റാൻ സാധിക്കുമോ? ഇത് ദൈവം എഴുതി വച്ചിരിക്കുന്ന സത്യമാണ്. ഇതിന് വിപരീതമായിട്ട് ഏത് കൊട്ടേഷനാണ് വരുന്നത്? അപ്പം ദൈവത്തിൻ്റെ സത്യം അറിഞ്ഞിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നിന്ന് കർത്താവേ നിത്യജീവൻ നിന്നിൽ തന്നെയാണ്, അത് ഞാൻ പ്രാപിച്ചെടുത്തു. അത് എങ്ങനെ പ്രാപിക്കുന്നതിന് റോമർക്കെഴുതിയ ലേഖനം 10:8 കൂടെ വായിക്കാം. കർത്താവ് പറയുന്നുണ്ട്, ഈ വചനാടിസ്ഥാനത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുക, പരിശുദ്ധാത്മാവ് നയിക്കുക. നമ്മൾ എവിടെ നിന്നാലും ഈ വചനം നമ്മളെ സഹായിക്കും. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കാനൊന്നും ഞാൻ പറയുന്നില്ല. നിൽക്കുന്നിടത്ത് നിന്ന് പരിശുദ്ധാത്മാവിൽ ജീവവൃക്ഷമായി മാറാൻ ശ്രമിക്കുക. റോമർക്കെഴുതിയ ലേഖനം 10:8-9 വാക്യങ്ങളിലിട്ട് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ക്രിസ്തു വ്യക്തമായിട്ട് പരിശുദ്ധാത്മാവിൽ യോഹന്നാനെന്നൊക്കെ പറയുമ്പം 96 വയസ്സൊക്കെ കഴിഞ്ഞിട്ട് എഴുതുന്നത്. യോഹന്നാൻ ദൈവത്തെ നേരിട്ട് കണ്ട വ്യക്തി. പിന്നെ അതുകൂടാതെ പത്മോസ് ദ്വീപിൽ വെച്ചിട്ട് വെളിപ്പാട് എഴുതിയ, അത് കഴിഞ്ഞിട്ടാണ് ഈ ഒന്ന് യോഹന്നാൻ എഴുതിയിരിക്കുന്നത്. റോമർക്കെഴുതിയ ലേഖനം 10 വാക്യം കൂടെ വായിക്കാൻ പോവാണ്. 10:9 യേശുവിനെ കർത്താവെന്ന് വായുകൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. രക്ഷ മീൻസ് വാട്ട്? നിത്യജീവൻ, ഇറ്റേണൽ ലൈഫ്. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായു കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നു. അതാണ് നമ്മൾ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാ കൊണ്ട് ഏറ്റു പറയുമ്പോൾ നമ്മൾ ഈ അധികാരം നമുക്ക് ദൈവം തന്നത് നമ്മുടെ ഉള്ളിലുള്ള ആത്മാവ് ജീവിക്കുകയാണ്. പിന്നെ നമ്മൾ സ്ഥിതിമാറ്റം വന്നു. We are no more slaves. We are the children of the living God. നമുക്ക് പ്രാർത്ഥിക്കാം. രക്ഷയുടെ ഉറപ്പാണ് ഞങ്ങൾക്ക് ആവശ്യം. ഒരു പറയാവുന്ന മൂലക്കല്ലേ വെച്ചിട്ട് വീട് പണിയുന്നില്ലെങ്കിൽ നശിച്ചു പോകുക. പച്ച എവിടെയെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിച്ചുകൊണ്ട് തിരിച്ചു കയറി വരുന്നു. ക്രിസ്തുവാകുന്ന മൂലക്കല്ലിന്മേൽ വീട് പണിയട്ടെ. നിത്യരക്ഷ നിന്നിൽ ഒരുവനിൽ കൂടെ മാത്രം ഞങ്ങളെ പഠിപ്പിച്ചു കർത്താവേ. പുത്രൻ്റെ ശബ്ദത്തിൽ തന്നെ യോഹന്നാൻ്റെ 17:3 മരണമൊഴി പോലെ ദൈവം പറഞ്ഞു. അതേ കർത്താവേ, പിതാവിൽ നിന്ന് അയച്ചതായ പുത്രനെയും എന്നെ അയച്ച പിതാവിനെയും പിതാവ് അയച്ച പുത്രനെയും വിശ്വസിക്കുന്നത് തന്നെ ആണ് നിത്യജീവനെന്ന്. പിന്നെ 1 യോഹന്നാൻ 5:11-13 ആ സാക്ഷ്യം 3 പേര് സാക്ഷ്യം പറയുന്നു. ക്രിസ്തു ഉള്ളവനും ജീവനുണ്ട്, ക്രിസ്തു ഇല്ലാത്തവന് ജീവനില്ല. അതുകൊണ്ട് നിത്യമായ ജീവൻ്റെ ഉറവിടം യേശു ക്രിസ്തു ഒരുവൻ മാത്രം. അടിവരയിട്ട് ഞങ്ങളത് ഉറപ്പിക്കുന്നു. അതിനെതിരായിട്ട് ഭൂമിക്ക് ഒരു ശക്തിക്ക് എടുക്കാനൊക്കെ ഇതിന് ആകാശമണ്ഡലത്തിലോ ഭൂമിയിലോ സകല മുഴങ്കാൽ ഈ നിയമത്തിൻ്റെ മുമ്പിൽ മടങ്ങും കർത്താവേ. അത്ര ഉറപ്പോടെയാണ് അവിടുന്ന് പറഞ്ഞു തന്നിരിക്കുന്നത്. അത് ഞങ്ങളുടെ തലമുറകളുടെ മേൽ എഴുതണം. അവരുടെ ഹൃദയത്തിൽ, ഞങ്ങളുടെ ഹൃദയത്തിൽ ഉറക്കത്തിൽ വിളിച്ചു പറഞ്ഞാൽ പറയാൻ തക്കണം ബലപ്പെടുത്തണം. ഞങ്ങൾ എവിടെ നിന്നാലും ഈ സത്യം വിളിച്ചു പറയാൻ നീ ഒരു വേദി തരണം. ആ സത്യത്തിൽ അനേകർ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലോട്ട്. ഇത് ദുഷ്ടശക്തിയും ദൈവത്തിൻ്റെ ശക്തിയും തമ്മിലുള്ള യുദ്ധത്തിൽ ജയിച്ച ദൈവപക്ഷത്താണ് ഞങ്ങൾ നിൽക്കുന്നത്. അതുകൊണ്ട് ജയത്തിൻ്റെ കൊടി ഉയർത്തി നിർത്തിയിരിക്കുന്നതിന് സ്തോത്രം. അനേകരെ ഈ ഉറപ്പിലേക്ക് കൊണ്ടുവരുന്നതിന് സ്തോത്രം. പ്രാർത്ഥനയോട്ട് നീ ചെയ്യുന്ന വൻകൃപയ്ക്ക് വേണ്ടി നന്ദി. അപ്പച്ചൻ്റെ ആത്മാവ് എഫെസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നത് പോലെ കൃപയാലല്ലോ നിങ്ങൾ രക്ഷിക്കപ്പെട്ടു, നമ്മുടെ പ്രവൃത്തിയല്ലെന്ന്. ഈ വിശ്വാസം ഒന്നിട്ടതാ അപ്പച്ച. വിശ്വാസം വചനത്താലും വചനം ദൈവത്തിൻ്റെ കേൾവിയാലും. അത് ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് അൺഡിസ്പ്യൂട്ടഡായിട്ട് ഇവിടെ നിന്ന് എഴുതിയിരിക്കുക. അത് ഞങ്ങൾ പ്രാപിച്ചെടുക്കുന്ന അനേകർക്ക് ഇത് രക്ഷയുടെ ദിവസമാക്കി മാറ്റിയിരിക്കുന്നു. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ. ആമേൻ.